നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ മുന്തിരിത്തോട്ടം. മുന്തിരിങ്ങ നല്ല സ്വാദുള്ളതാണല്ലോ. ധാരാളം കൃഷി ചെയ്ത ധാരാളം നല്ല വിളവ് കിട്ടുന്ന ഒരു ഇനം ചെടിയാണ് മുന്തിരി. നല്ല ഫലം കിട്ടും. കൊല കൊലയായിട്ട് മുന്തിരിങ്ങ ഉണ്ടായി നിൽക്കണം. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഒരു മുന്തിരി കൃഷി ചെയ്യുന്ന ഒരു കർഷകനുണ്ടായിരുന്നു ഒരു നാട്ടിൽ പുറത്ത്. അയാൾ നല്ലോണം അധ്വാനിച്ചു. ധാരാളം മുന്തിരിവള്ളികളൊക്കെ നട്ടു. മുന്തിരിത്തോട്ടം എല്ലാം പടർത്തി കൊടുത്തു. അതാത് കാലങ്ങളിൽ വേണ്ടതുപോലെ വളം ഉപയോഗിച്ചു നനച്ചു കൊടുത്തു. മുന്തിരിയൊക്കെ വലുതായി പൂത്തു. നല്ല മുന്തിരി കൊലകളൊക്കെ ഉണ്ടായി. അതെല്ലാം പറിച്ച് വിറ്റു. നല്ല ലാഭം കിട്ടി. ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു അദ്ദേഹത്തിന് 3 ആൺമക്കളുണ്ടായിരുന്നു. 3 പേരും നല്ല സുന്ദരന്മാരൊക്കെയാണ്, നല്ല ആരോഗ്യമുള്ളവരുമാണ്. പക്ഷെ എന്താ ചെയ്യുക, ആ അച്ഛനെ കൃഷി കാര്യത്തിലൊന്നും സഹായിക്കുന്നില്ല. മൂത്താപ്പറമടിയന്മാരാ, കോഴിമടിയന്മാർ. ഒരു വക പണിയെടുക്കില്ല. നേരെ സാധനങ്ങളിൽ അമ്മയെ പറ്റിച്ച് അടുക്കളയിൽ പോയി ഭക്ഷണം സുഖമായിട്ട് കഴിച്ചോളും. ഈ കർഷകനെ വയസ്സായി, പ്രായമായി, കുറച്ച് ക്ഷീണഭാവമൊക്കെ ആയി. അദ്ദേഹത്തിനൊരു വേവലാതി. തൻ്റെ കാലം കഴിഞ്ഞ ഈ മുന്തിരിത്തോട്ടം നോക്കി കൃഷി ചെയ്ത് ഈ കുട്ടികൾ ജീവിക്കുമോ? തൻ്റെ പുത്രന്മാർ ഇമാതിരി കുഴിമടിയന്മാരല്ലേ? അധ്വാനിക്കുമോ മുന്തിരി വയലിൽ? ഒന്നുമില്ല. കൃഷി ഇവരെ ഒക്കെ എന്ത് സൂത്രം പറഞ്ഞാൽ ഞാൻ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കട്ടെ? ആട്ടെ, നോക്കട്ടെ എന്ന് കരുതി. പിറ്റേ ദിവസം പിതാവ് അച്ഛൻ മക്കളെ വിളിച്ചു. മക്കളെ ഒന്ന് ഇനി വരൂ, ഒരു കാര്യം പറയട്ടെ. വേഗം ചെന്നു. എന്താ ചെന്നു. അതെ, എനിക്ക് ഈയിടെയായിട്ട് മറവി കുറേശ്ശെ ബാധിച്ചേക്കണം. പ്രായമായി ഉണ്ടാവും, അല്ലാണ്ടൊന്നുമല്ല. അയ്യോ, അച്ഛനെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു. എനിക്ക് പണ്ട് നിധി കിട്ടിയിരുന്നു. നിധി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാത്രത്തിലാക്കി കുടത്തിലാക്കിയിട്ട് സ്വർണ്ണ നാണയം ഒന്നിച്ച് വെച്ചിട്ട് ഒരു കുടം സ്വർണ്ണ നാണയം കുഴിച്ച് വയ്ക്കുക. അതിനൊക്കെയാണ് പറയുക പണ്ട് നിധി കിട്ടുമെന്ന്. ആ നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുടം പൊട്ടിച്ച് സ്വർണ്ണ നാണയം എടുത്താൽ പിന്നെ വല്ലവരും വല്ല പണിയെടുക്കണം. ഇഷ്ടം പോലെ കാശായില്ലേ? അപ്പോൾ ഈ കർഷകൻ എനിക്ക് പണ്ട് നിധി കിട്ടി. ഞാനത് നമ്മുടെ വയലിൽ എവിടെയോ കുഴിച്ചിട്ടു. ഇപ്പം ആ സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മ വരണില്ല എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ മക്കൾ തമ്മി അങ്ങോട്ട് നോക്കി. അച്ഛനും നിധി കിട്ടിയെന്നോ? അച്ഛൻ എന്നിട്ട് നമ്മളോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാനത് പറയാമെന്ന് വിചാരിച്ചു. സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. നമ്മുടെ ഈ വയലിൽ ഞാൻ എവിടെയോ കുഴിച്ച് സൂക്ഷിച്ചേക്കുകയാണ്. നിങ്ങളതൊന്ന് കണ്ടുപിടിച്ച് ആ നിധി കണ്ടെത്തി പിടിച്ച് വിട്ടാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ വലിയ പണിയൊന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ വയ്യാതെ കൊണ്ട് നമുക്ക് എടുക്കുകയും ചെയ്തു. മക്കൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. പണിയെടുത്ത് ജീവിക്കാൻ മാത്രം സമ്പത്തല്ലേ തങ്ങൾക്ക് കിട്ടാൻ പോണേ? നിധി കിട്ടിയ പിന്നെ പണിയെടുക്കണം. നല്ല കാര്യം. പിന്നെ മുന്തിരിത്തോട്ടവും വേണ്ട, ഒരു തോട്ടവും വേണ്ട, ഒരു നെൽവയലും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പറമ്പ് പുരയിടം കിളയ്ക്കാനായിട്ട് തുടങ്ങി. ഓരോ ദിവസം കിളയ്ക്കുക. അച്ഛൻ വൈകുന്നേരം ആകുമ്പോഴേക്കും വരണ വഴിക്ക് അച്ഛനെ കാണും. കുട്ടികൾ വരേണ്ടത് വന്നോ ഇങ്ങനെ അന്വേഷിക്കും. സന്ധ്യയായിട്ട് മക്കൾ വന്നപ്പോൾ ചോദിക്കും, മക്കളുടെ പേര് ചൊല്ലി വിളിക്കും. മോനെ, ഇന്ന് നിധി കിട്ടിയോ? നമ്മുടെ കാണാതെ പോയാൽ നിധി കിട്ടിയോ? ഇല്ല അച്ഛാ, ഞങ്ങൾ കാലത്തെ തൊട്ട് വയലൊക്കെ കളച്ചത് തന്നെ വെച്ചത്. നിധിയൊന്നും കിട്ടിയില്ല. കിട്ടും, ഉറപ്പാണ്. ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പിറ്റേ ദിവസം ചെല്ലും. ഇവർ വീണ്ടും കിടക്കും. അപ്പോൾ അങ്ങനെ വയൽ മുഴുവൻ, മുന്തിരി നടാറുള്ള വയൽ മുഴുവനും ഇവർ കളച്ചു നോക്കി. ഒരു ദിക്കിന് നിധി ഒട്ട് കിട്ടിയില്ല. നിധി കിട്ടിയില്ലല്ലോ വെച്ചാൽ നമ്മുടെ പറമ്പ് ഞങ്ങൾ എല്ലാ ദിക്കും കിളച്ചു നോക്കി. ഏതായാലും പറമ്പ് മുഴുവൻ നിങ്ങൾ കിളച്ചതല്ലേ, ഒരു കാര്യം ചെയ്യും, ആ മുന്തിരി വള്ളികൾ അങ്ങോട്ട് നടും, അത് പൊരിച്ച് വരട്ടെ. അത് ശരിയാണ്. ഏതായാലും നമ്മൾ കളച്ചു, നമുക്ക് മുന്തിരി വള്ളി നടാണ്ടാവേ എന്നും പറഞ്ഞ് ചേട്ടാനിയന്മാർ 3 ആളും കൂടിയിട്ട് കളച്ച സ്ഥലത്ത് മുഴുവൻ മുന്തിരി വള്ളി നട്ടു. നല്ല മഴ കിട്ടി. മുന്തിരിയൊക്കെ പൊടിച്ചു വളർന്നു വലുതായി. അച്ഛൻ പറഞ്ഞു, കുറച്ച് വളം കൂടി ഇട്, മുന്തിരി നന്നായി വളരുമല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും വളമിട്ട് മൂട്ടി വെള്ളം നനച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, മുന്തിരിയൊക്കെ പൂവിട്ട് തുടങ്ങി. നല്ല കാഫലായി. ധാരാളം മുന്തിരി വിളവെടുത്ത് കഴിഞ്ഞ് അവർ മുന്തിരിയൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോഴേ നല്ലതുപോലെ പൈസ. മുന്തിരിയൊക്കെ വിളവെടുക്കാറായി, വിളവെടുത്തോളൂ, അതിൻ്റെ പൈസയും മേടിക്കണം കൃത്യമായിട്ട്. അങ്ങനെ അവർ മുന്തിരിയുടെ വിളവെടുത്തു വിറ്റു. പൈസയൊക്കെ അച്ഛനെ കൊണ്ട് ഏൽപ്പിക്കാനായിട്ട്. അത്രയും പൈസ കിട്ടിയതാണ്. എനിക്ക് സമാധാനമായി മക്കളെ.
ഞാൻ കുഴിച്ചിട്ട നെരി ഇതാ ഇത് തന്നെ. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ലേ അവിടുന്ന് ഇത്രയും രൂപ, ഇത്ര അധികം രൂപ നിങ്ങൾ അധ്വാനിച്ചിട്ടാക്കിയില്ലേ, ഇത് നിങ്ങൾക്ക് എന്നായാലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഞാൻ കണ്ട സൂത്രമാണിത് എന്ന് കൃഷിക്കാരൻ പറയുന്നത്. മകളെ, മടി കൂടാതെ കണ്ട് നമ്മുടെ സ്ഥലത്ത് കൃഷി ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ധാരാളം സമ്പാദ്യവും ഉണ്ടാവുകയുള്ളൂ. മടി ഒരിക്കലും നന്നല്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് അച്ഛൻ പറയുകയും ചെയ്തു. അപ്പം മക്കൾക്ക് സന്തോഷമായി. തങ്ങളുടെ മടിയൊക്കെ പോയി. അച്ഛൻ തങ്ങൾ പണിയെടുക്കാൻ വേണ്ടിയല്ലേ പറഞ്ഞത്. അച്ഛനോട് ഒട്ടും വിഷമം തോന്നിയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സ്നേഹം തോന്നുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കഥ, മുന്തിരിത്തോട്ടം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നമസ്തേ. നന്ദി കേട്ടോ. നമസ്തേ അല്ല, നന്ദി.